തൃശൂരിലെ തോൽവിയിൽ DCCയോട് വിശദീകരണം തേടുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുരളീധരൻ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി പരിശോധിക്കും. പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ് മുരളിയെന്നും നേരിട്ട് സംസാരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. മുരളീധരന്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും. മുരളീധരൻ ഈ പാർട്ടിയുടെ എല്ലാമാണ്. ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് ത്യജിക്കാനും സാധിക്കില്ല. തീർച്ചയായും അന്വേഷിക്കാൻ പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ DCC അല്ലേ മറുപടി പറയേണ്ടുന്നത്. അവരുടെ കീഴിലല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണ് എൻ്റെ പരാതി. എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇത് ആരോടാണ് ചോദിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. അർജുൻ, വിശദീകരണം തേടും എന്ന് പറയുമ്പോൾ പോലും കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഏത് തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്നുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലെ പരത്തി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. തോൽവിയെ സംബന്ധിച്ച് ആർക്കെതിരെയാണ് മുരളീധരൻ ലക്ഷ്യമിടുന്നത് എന്ന് സംബന്ധിച്ച് നേതൃത്വത്തിന് ഇനിയും വ്യക്തത വരാനുണ്ട് എന്നാണോ പ്രസിഡന്റിന്റെ പരാമർശത്തിലൂടെ, പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ബിനിൽ, തൃശൂരിലെ തോൽവിയോട് ശേഷം മുരളീധരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇത്തരത്തിൽ DCCയോടക്കം, തൃശൂരിലെ DCCയോടക്കം വിശദീകരണം തേടുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ മുരളീധരൻ ആരുടെയെങ്കിലും ഒരു പേരെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരാരും തന്നെ ഇടപെട്ടില്ല എന്നുള്ള പരാതി ഉന്നയിച്ചിട്ടില്ല. ഒരു പരത്തി പറയൽ, പേരെടുത്ത് പറയാത്ത ഒരു വിമർശനമായിരുന്നു മുരളീധരൻ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് പറയുന്നത് ആദ്യം അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്, അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ പരാതി എന്ന് ആദ്യം തന്നെ അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ നേരിൽ കാണും, അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച അവിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യം കൂടി KPCC പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതിനുശേഷം നടന്നിട്ടുള്ള നിയമത്തെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഉണ്ടായിട്ടുള്ള ഒരു അക്കൗണ്ട് പൊട്ടിക്കാൻ മുരളീധരൻ എത്തുന്നു. തൃശ്ശൂരിൽ BJP ഒരു വെല്ലുവിളിയായി ഉയരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും അവിടെ ഒരു പ്രതിരോധമായി കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് മുരളീധരനാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ടാസ്ക് ഫൈറ്ററെ കോൺഗ്രസ് കൃത്യമായ രീതിയിൽ ഇനിയും പരിഗണിച്ചില്ല എങ്കിൽ അത് പൊതുജനങ്ങൾക്കിടയിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യം പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുരളി ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ സംഘടനാപരമായ മിഷനറികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടോ, ബോധപൂർവമുള്ള വോട്ട് മറിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പാർട്ടിക്ക് പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം മുരളിയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് മുരളി വളരെയധികം താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ ഒരു ഘട്ടത്തിൽ യാതൊരുവിധ പ്രയാസവും പറയാതെ തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട്, അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ട്